ഈ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെയുള്ള തീരദേശം ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീനമാണ് മഴയുടെ ശക്തി വർദ്ധിക്കാനുള്ള കാരണം. വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറയാനാണ് സാധ്യത. സംസ്ഥാനത്തെ പല ഡാമുകളിലും ജലനിരപ്പ് അതിന്റെ പരമാവധി അളവിലെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതിശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും അലർട്ടുകൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ പ്രവചനം തന്നെ പറയുന്നത്. എന്തായാലും സംസ്ഥാനത്തെ ആകെയുള്ളൊരു സാഹചര്യം എങ്ങനെയാണ്? ഉടനെയുണ്ടായ ഈ മഴയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെ? ഗൂഗിൾ പ്രവിധ സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി വന്ന ബുള്ളറ്റിനാണ്. ഇന്ന് പുലർച്ചയോടുകൂടി 7 മണിയോടുകൂടി പുതിയ ബുള്ളറ്റിൻ ഉണ്ടാകും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ. എന്തായാലും ഇന്നലെ ഏറ്റവും ഒടുവിൽ നൽകിയ നിർദ്ദേശം അനുസരിച്ച്, മുന്നറിയിപ്പ് അനുസരിച്ച് 14 ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായിട്ടുള്ള മഴയ്ക്കും കാറ്റിനും അതുപോലെ തന്നെ വലിയ തിരമാലകൾക്കും ഒക്കെ തന്നെ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഈ തൊട്ടടുത്ത 3 മണിക്കൂറത്തെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് എന്നുള്ളതാണ്. അത് 3 മണിക്കൂറിനുള്ള ഒരു മുന്നറിയിപ്പാണ്. അത് മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ 14 ജില്ലകളിൽ യെല്ലോ അലർട്ട് എന്നുള്ളത് മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലെ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലൊന്നും തന്നെ വലിയ മഴയുണ്ടായിരുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്തൊക്കെ തന്നെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അതിശക്തമായിട്ടുള്ള മഴയാണ്. ഇപ്പോഴും തിരുവനന്തപുരം നഗരത്തിലടക്കം മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്യുന്നു. എന്തായാലും മുൻകരുതലുകൾ എടുക്കണം, ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. ആ മുൻകരുതലുകൾ പാലിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ശബരിമലയിലേക്ക് അടക്കം ലാഹയിൽ മരം വീണതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാഹന ഗതാഗതമൊക്കെ തന്നെ തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. PC വിഷ്ണുനാഥിന്റെയും അബിൻ വർക്കിയുടെയും നേതൃത്വത്തിലൊക്കെ തന്നെ യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അല്പസമയം മുമ്പ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും ശക്തമായിട്ടുള്ള കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. പ്രവിധ, ഗൂഗിൾ. ശരി റിനു, ഏതായാലും ഇപ്പോൾ തെക്കൻ കേരളത്തിലെ 2 ജില്ലകൾ ഇന്നലെ കാര്യമായ മഴയില്ലാതിരുന്ന 2 കൂടി, കൊല്ലത്തും തിരുവനന്തപുരത്തും കാര്യമായ മഴയുണ്ട്. പ്രേക്ഷകർ അത് കമന്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം ഒരു അവധി അറിയിപ്പ് കൂടി വന്നിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചു. നേരത്തെ 2 താലൂക്കുകളിൽ മാത്രമായിരുന്നു, കുട്ടനാടും ചെങ്ങന്നൂരും മാത്രമായിരുന്നു അവധിയെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ശക്തമായ മഴയും ഒപ്പം മൂഴിയാർ ഡാം തുറന്നാൽ ആ വെള്ളം കൂടി അപ്പർ കുട്ടനാട് മേഖലയിലേക്ക് എത്തുമെന്ന സാധ്യതയും മുന്നിൽ കണ്ടാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ആലപ്പുഴ ജില്ലയിൽ അവധിയാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ വന്ന ഒരു അവധി അലർട്ടാണ്. ഒപ്പം പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല എന്ന അറിയിപ്പ് കൂടിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.